കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന എന്നുറപ്പിച്ചു പറയാൻ കഴിയുന്ന മണ്ഡലമാണ് വടകര. വടകരയിൽ മുഹമ്മദ് ഷംസീറുണ്ട്. ഷംസീർ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് അത് കെ ശൈലജയുടെ ആണെങ്കിലും ഷാഫി പറമ്പിലിൻ്റെതാണെങ്കിലും പ്രഖ്യാപനത്തെ തുടർന്ന് ഈ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഗംഭീരമായ സ്വീകരണങ്ങൾ നമ്മൾ അവിടെ കണ്ടതാണ്, വലിയ ജനപങ്കാളിത്തത്തോടെ. ഇപ്പോഴെന്താണ് വടകരയിൽ നാം കാണുന്നത്? അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര. നമുക്കറിയാവുന്ന പോലെ തന്നെ UDF-ന് വേണ്ടി ഷാഫി പറമ്പിലും LDF-ന് വേണ്ടി കെ ശൈലജയും കളത്തിലിറങ്ങുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ ആവേശം പരകോടിയിലെത്തിയിരുന്ന മണ്ഡലമാണ് വടകര. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള റോഡ് ഷോകൾ, നൈറ്റ് മാർച്ചുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. CAA വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ രാത്രി വലിയ തോതിൽ ആളുകളെ കൂട്ടിയുള്ള പ്രകടനങ്ങൾ ഇടതുപക്ഷത്തിനും ഒപ്പം തന്നെ കോൺഗ്രസിനും UDF-നും ഒരുപോലെ നടത്താൻ കഴിഞ്ഞു. അതിനുശേഷം വിഷയങ്ങൾ മാറി മാറി വരുമ്പോഴും ഇരു കൂട്ടരും ശക്തി തെളിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ആർക്കാണ് മുൻതൂക്കമെന്ന ഓരോ ഘട്ടത്തിലും ശൈലജ ടീച്ചർ ഒരു ഘട്ടത്തിൽ മുൻതൂക്കമുണ്ടെന്ന് പറയപ്പെടുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിലിന് മുൻതൂക്കം വരുന്ന സാഹചര്യം. അവസാനം കൊട്ടിക്കലാശത്തിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആര് വടകര നേടുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്രമേൽ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ് വടകരയിൽ എന്ന് വേണം പറയാൻ. നമുക്കറിയാം, പല തരത്തിലുള്ള പ്രചാരണ വിഷയങ്ങൾ നമ്മൾ കണ്ടു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സൈബർ പോരാട്ടങ്ങൾ, വ്യാജ വീഡിയോ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നു, വ്യാജ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ പല തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ വരുന്നു, കേസുകൾ വരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴും ആർക്ക് മുൻതൂക്കമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം വടകരയിലുണ്ട്. നമുക്ക് വടകരയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 6 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ MLA-മാരുള്ള മണ്ണാണ്. ഒരു വടകരയിൽ മാത്രമാണ് UDF-ൻ്റെ MLA ഉള്ളത്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോരുന്ന മണ്ണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ 84,000-ലേറെ വോട്ടുകൾക്ക് കെ മുരളീധരൻ ജയിച്ചു കയറിയ മണ്ണിൽ ഷാഫി പറമ്പിലെത്തുമ്പോൾ പോരാട്ടം വീണ്ടും കലക്കുകയാണ്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറിയിട്ടില്ല. വാഹനങ്ങൾ ഓരോന്നോരോന്നായി എത്തുന്നതേയുള്ളൂ. നേരിട്ട് മുഖാമുഖം സ്ഥാനാർത്ഥികൾ വരുന്ന ഒരു സാഹചര്യം വടകര മണ്ഡലത്തിൽ ഇന്നില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ അത്രമേൽ ആവേശത്തിലാണ് പ്രവർത്തകർ എന്നുള്ളത് കൊണ്ട് തന്നെ സംഘർഷ സാധ്യത കൂടിയുള്ളത് കൊണ്ട് മുഖാമുഖം സ്ഥാനാർത്ഥികൾ വരുന്നൊരു സാഹചര്യമില്ല. പുതിയ ബസ് സ്റ്റാൻഡ് UDF-ന് വേണ്ടിയും പഴയ ബസ് സ്റ്റാൻഡ് കെ ശൈലജ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചാരണം കൊട്ടിക്കലാശം നടക്കും. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റൊരു ഭാഗത്താണ് BJP-ക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടക്കുക. ഇപ്പോൾ UDF-ൻ്റെ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് വടകരയിലെ രാഷ്ട്രീയ പോരാട്ടം ഓരോ ഘട്ടത്തിലും. ആദ്യഘട്ടത്തിൽ CA ഉയർത്തിപ്പിടിച്ചുള്ള പ്രചാരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നു. TP ചന്ദ്രശേഖരൻ വധം വീണ്ടും UDF പ്രചാരണമായുധമാക്കുന്നത് കണ്ടു. തൊട്ടു പിന്നാലെ പാനൂർ ബോംബ് സ്ഫോടനം വലിയ തോതിൽ UDF പ്രചാരണമായുധമാക്കുന്നത് കണ്ടു. പിന്നാലെ സൈബർ പോരാട്ടം, സൈബർ ഇടങ്ങളിലുള്ള വ്യാജ സന്ദേശങ്ങളും ഒപ്പം തന്നെ വ്യാജ വീഡിയോ ആരോപണങ്ങളും അതിനെ തുടർന്ന് ആരോപണ പ്രത്യാരോപണം, അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യമായിരുന്നു വടകരയിൽ. ഈ സാഹചര്യത്തിലാണ് വടകരയിലെ കൊട്ടിക്കലാശവും ഏറ്റവും ആവേശപൂർവ്വമായി മാറുന്നത്. വടകര നമുക്കറിയാം, നേരത്തെ അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയ ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ശൈലജ ടീച്ചറുടെ പരിപാടികളിൽ ആളുകൾ വലിയ തോതിൽ കൂടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൽ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ആവേശം അതിൻ്റെ പരകോടിയിലെത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് പരിസരം ഏറെക്കുറെ തിങ്ങിനിറയാൻ തന്നെയാണ് സാധ്യത. ആ തരത്തിലാണ് ഇവിടുത്തെ ഒരു വൈബ് നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ നിൽക്കുന്നത്. ഈ ദിവസം നമ്മൾ ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോഴും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം നൽകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടുത്തെ മത്സരം അത്രമേൽ ടൈറ്റായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ പല മുന്നണികൾക്ക് UDF-നും LDF-നും മാറി മാറി പിന്തുണച്ച സാഹചര്യമുണ്ട്. നിയമസഭയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്ത് തുടർച്ചയായി വിജയിച്ചു പോരുന്ന മണ്ഡലങ്ങൾ കൂടുതലുള്ള മണ്ണാണെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പക്ഷേ വടകരയുടെ മനസ്സ് മാറി ചിന്തിക്കുന്നതാണ് കഴിഞ്ഞ 15 വർഷമായി നമ്മൾ കാണുന്നത്. 2004-ൽ 1,30,000-ലേറെ വോട്ടുകൾക്ക് P സതീദേവി ഇവിടെ നിന്ന് ജയിച്ചു കയറിയെങ്കിൽ 2009-ൽ 50,000-ലേറെ വോട്ടുകൾക്ക് അവർ പരാജയപ്പെടുന്ന കാഴ്ച. അപ്പോൾ എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് എപ്പോഴും കൗതുകത്തോടു കൂടി തന്നെയാണ് നമ്മൾ കണ്ടത്. അതാണ് ഇക്കുറിയും കാണാൻ പോകുന്നതും. എന്തൊക്കെ വിഷയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ
വിലയിരുത്തൽ കൂടിയാകുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇവിടെ സജീവമായി തന്നെ നിൽക്കുകയാണ്. തൊട്ടടുത്ത മണ്ഡലത്തിൽ, വയനാട് മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, ഇവിടെ ഷാഫി പറമ്പിലിന് വേണ്ടിയും മലബാറിലെ മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയത്. അപ്പോൾ രാഹുൽ എഫക്റ്റ് വയനാട്ടിലുണ്ടാകുമോ? അതേസമയം തന്നെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും വടകരയുടെ മനസ്സ്, വടകര രാഷ്ട്രീയ മനസ്സ്, രാഷ്ട്രീയ ബോധമുള്ള മണ്ണാണ്, ഒരുപാട് പോരാട്ടങ്ങൾ കണ്ട മണ്ണാണ് വടകര. അപ്പോൾ വടകരയിലെ ആളുകൾ ഏത് തരത്തിലായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇരു സ്ഥാനാർത്ഥികളും വലിയ തോതിൽ വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഭൂരിപക്ഷം ഉയർത്തുമെന്ന് UDF സ്ഥാനാർത്ഥി പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ശൈലജ ടീച്ചറുടെ LDF പാളയവും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച KK ശൈലജ എന്ന വനിതാ സാന്നിധ്യത്തെ ഇറക്കുന്നു. മുൻ ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ അതൊക്കെ വോട്ടായി മാറും, ഈ ജനപ്രീതി വോട്ടായി മാറുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷമുള്ള വടകരയിൽ. അത്രമേൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി ഇറക്കുന്നതിലൂടെ വടകരയുടെ മണ്ണ് തിരിച്ചു പിടിക്കണം എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലും ദൃഢനിശ്ചയത്തിലും തന്നെ ഇടതുപക്ഷം നിൽക്കുമ്പോൾ അവിടെയാണ് പാലക്കാട് സിറ്റിംഗ് MLA ആയ ഷാഫി പറമ്പിലിനെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വടകരയിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇരു മുന്നണികളും എത്രത്തോളം പ്രധാനപ്പെട്ട മണ്ഡലമായാണ് മുഹമ്മദ് ഷംസീറാണ് വടകരയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ